Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു വ്യക്തിയെ ഡേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് ഒരു ഡേറ്റിംഗ് പ്രോസസ്സിലാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലുണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഒരു വ്യക്തിയുമായിട്ട് ഡേറ്റിംഗിലാണ് എന്നുണ്ടെങ്കിൽ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട നമ്മൾ സ്വയം നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ആൾവേസ് ഗോ സ്ലോ. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് റഷ് ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ ആ ഒരു ഡേറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അല്ലെങ്കിൽ ഞാൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്ന് പറയാനുള്ള സാധ്യത മുന്നിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം ഒരു വ്യക്തിയെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ചു നേരം അവരോട് സംസാരിച്ചത് കൊണ്ടൊന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇവിടെ ആ വ്യക്തിയെ മനസ്സിലാക്കുക എന്നുള്ളതിനൊരു കാര്യം കൂടിയുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഡേറ്റിംഗ് ചെയ്യുന്നത് ഓരോ ആളുകളുടെ ഇന്റൻഷൻ ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങളൊരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആകാൻ വേണ്ടിയിട്ട് അതിന് മുന്നോടിയായിട്ടാണ് ഒരു ഡേറ്റിംഗ് പ്രോസസ്സിൽ ഏർപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെ ഏറെക്കുറെ മനസ്സിലാക്കി വെക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്നാവട്ടെ, ആ വ്യക്തിയെ പെട്ടെന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആ വ്യക്തി എങ്ങനെയുള്ള ആളാണ് എന്നൊക്കെ പെട്ടെന്ന് എനിക്ക് അറിയണം എന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും ഒരു റഷായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പലപ്പോഴും ആ ഒരു ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് ആ ഒരു സ്ലോ പ്രോസസ്സിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി അനുവദിക്കുക എന്നുള്ളതാണ്. കാരണം രണ്ട് വ്യക്തികളെ പരസ്പരം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി അതിലൂടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡേറ്റിംഗിലായിരിക്കുന്ന സമയത്ത് മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ആൾവേസ് ഗോ സ്ലോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, യു ഹാവ് ടു മെയിൻറ്റെയിൻ യുവർ ബൗണ്ടറീസ്. ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ എപ്പോഴും ബൗണ്ടറി കീപ്പ് ചെയ്യണം. അത് നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നിങ്ങൾക്കത് സാധിക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇതൊന്നും മുൻപ് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ ഒരു ചേഞ്ച്, നിന്റെ സ്വഭാവം ഒരുപാട് മാറിപ്പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിന്നീട് കേൾക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു ചോദ്യമായിട്ട് നിങ്ങളിലേക്ക് വരില്ല എന്നുള്ളതാണ്. എപ്പോഴാണ് കൃത്യമായി ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരുമായിട്ടാണോ ഡേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയുമായിട്ടാണെങ്കിൽ കൂടി ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക. അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കണം. അപ്പോഴാണ് ആ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും റെഡ് ഫ്ലാഗുകൾ കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതൊക്കെ സ്വയം മനസ്സിലാക്കാനും സാധിക്കുക. സോ ആൾവേസ് ട്രൈ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ബൗണ്ടറി. മൂന്നാമത്തെ കാര്യമാണ് കീപ് ഡേറ്റിംഗ് വിത്ത് ക്ലാരിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു റിലേഷൻഷിപ്പ്, ഇപ്പൊ നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും അതല്ല ജസ്റ്റ് ഒരു ടൈം പാസിനാണ് അല്ലെങ്കിൽ ഹാവിങ് എ ഗുഡ് ടൈം അങ്ങനെയൊക്കെയുള്ള ഒരു മെന്റാലിറ്റി വെച്ചിട്ടാണെങ്കിലും ഒക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ക്ലാരിറ്റി. നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക എന്നതിനേക്കാൾ ഉപരി അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. കാരണം ഈ റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ട് ഓൺലി ഫിസിക്കൽ, അവിടെ ഒരു ഇമോഷണൽ കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും അത് ബാധകമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഡേറ്റിങ്ങിലാണെങ്കിൽ പോലും നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കണം. ഒരു സീരിയസ് റിലേഷൻഷിപ്പിന് താല്പര്യമുള്ള വ്യക്തിയാണോ, ഇനി അതല്ലയോ, അതല്ലെങ്കിൽ ഒരു ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹാവിങ് ഗുഡ് ടൈം എന്നുള്ളൊരു രീതിയിലാണെങ്കിൽ അതല്ല ഒരു മാരേജ് അങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഇനി അങ്ങനെ ഇല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ മൈൻഡിലുള്ളത് അത് കൃത്യമായി പറഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഒരു റിലേഷൻഷിപ്പിനെ എപ്പോഴും ബ്യൂട്ടിഫുൾ ആക്കി നിലനിർത്താൻ കഴിയുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു പോയിന്റിൽ അതൊട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ഈ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനോഹരമായി തുടങ്ങാനും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും, ഇൻ കേസ് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിനും സാധിക്കും എന്നുള്ളതാണ്. അവിടെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം. സോ കീപ് ഡേറ്റിംഗ് വിത്ത് ക്ലാരിറ്റി. ഫൈനലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഡേറ്റിംഗ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിംഗ് ഏത് പ്രോസസ്സിലാണ്, ഏത് സ്റ്റേജിലാണ്, അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അതിനൊരു ബൗണ്ടറി ഉണ്ടോ, അല്ലെങ്കിൽ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഈ കാര്യം മനസ്സിലാക്കാൻ സിമ്പിളായിട്ട് രണ്ട് കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി. നിങ്ങളിപ്പോൾ ഡേറ്റ് ചെയ്യുന്നത് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ളത്. രണ്ടാണെങ്കിലും കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ഓഫ്ലൈൻ ആണെങ്കിൽ പലപ്പോഴും നിങ്ങൾ അവരെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അവരെ കാണുന്നുണ്ടായിരിക്കും, അവരെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാമായിരിക്കും. ഓൺലൈൻ ആണെങ്കിൽ
അവരുമായിട്ടൊരു ഫോൺ കോളിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കാം, വാട്സപ്പ് ആയിരിക്കാം, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ടായിരിക്കും പിന്നീട് ആ ഒരു ഡേറ്റിംഗ് പ്രോസസ്സിന് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാവി എന്ന് പറയുന്നത്. സോ നിങ്ങളൊരു വ്യക്തിയുമായിട്ട് ഡേറ്റിങ്ങിലാണെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിംഗ് പ്രോസസ്സിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, നമ്മുടെ മൈൻഡിൽ വെക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്